ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്കാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നൊരു കേക്കാണ്. ഞാനിത് ഓവനിലല്ല ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്, കുക്കറിൽ വെച്ചിട്ടാണ് ഈ കേക്ക് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ പുതിയതായിട്ട് വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതുപോലെ പ്രസ് ചെയ്തിട്ട് തന്നെ എടുക്കുക മൈദ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം, അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാനത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കേക്കിൻ്റെ ബാറ്റർ ആക്കാമെന്ന് നോക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. പിന്നെ നമ്മളിതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഞാനൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് അളന്നെടുത്ത പഞ്ചസാരയാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഓയിലാണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിക്കുന്നത്. ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ ആയാലും മതി, വെളിച്ചെണ്ണ പറ്റില്ല കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പരുവം. ഇനി നമ്മളിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ചെറുതാണെങ്കിൽ ഒരു 2 ക്യാരറ്റ് എടുക്കാം. ഇനി നമുക്കിത് ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ മിക്സഡ് ആയിട്ടാണ് എടുത്തത്. കിസ്മിസ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണിത്. ഇത് നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിതിലോട്ട് 2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മുട്ടയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ പട്ട പൊടിച്ചതോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്റ്റീൽ പാത്രത്തിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് ടിൻ ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ പഴയ പാത്രം എടുക്കുക. കാരണം നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ നമ്മളെ പാത്രം ചെറുതായിട്ടൊന്ന് കളർ മാറും. ഞാനിപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചൊരു പാത്രമാണ്. ഇത് നമുക്ക് കേക്കിംഗ് ടിൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കേക്കിംഗ് ടിൻ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു കുക്കർ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം തീയിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് ഇതിലോട്ട് നമ്മുടെ കേക്കിംഗ് ടിന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു റിങ് വെച്ചിട്ടുണ്ട്, അതിന് മുകളിലോട്ടാണ് ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് എനിക്കൊരു 45 മിനിറ്റ് എടുത്തു കേക്കൊന്ന് ബേക്കായി കിട്ടാൻ. അപ്പോൾ നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിൽ നിന്നും മാറ്റാം. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പോഞ്ചിയാണ് കേക്ക്.
അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് വേറെ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു.